തോട്ടക്കാർക്ക് സുപരിചിതമായ യൂഫോർബിയ ജീനസിൽപ്പെട്ട ചെടിയാണിത്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ഡെവിൾസ് ബാക്ക് ബോൺ, സിഗ്സാഗ് പ്ലാന്റ്, റെഡ് ബേർഡ് ഫ്ലവർ, ക്രിസ്മസ് കാൻഡിൽ. ആ ലിസ്റ്റ് നോക്കിയാൽ ഒരുപാടുണ്ട്, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു പൂക്കളുണ്ടാകുന്ന ചെടിയായിട്ടാണ് പറയപ്പെടുന്നത്. ചില ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടു, നല്ല ഭംഗിയുള്ള ചുവപ്പ് നിറം, അത് പിങ്ക് കളറുന്ന ചുവപ്പ് നിറമുള്ള പൂക്കൾ ഒക്കെ ഞാൻ ചിത്രങ്ങൾ കണ്ടു. പക്ഷേ ഈ ചെടിയിൽ ഞാനിതുവരെ പൂക്കൾ കണ്ടിട്ടില്ല. ഇതിവിടെ കുറേ കാലമായിട്ടുണ്ട്, പല ചെടിച്ചട്ടികളിലുണ്ട്. ഇതിൻ്റെ വേറെ വകഭേദങ്ങളും പണ്ട് ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ വളർത്തിയിട്ടുണ്ട്, മുഴുവൻ പച്ചയായിട്ടുള്ള. ഇതിപ്പോൾ ഒരു വേരിഗേറ്റഡ് ഇലകളായിട്ടുള്ളതാണല്ലോ. ഇലകൾക്ക് കുറച്ച് പിങ്ക് നിറത്തിൻ്റെ ചെറിയ ശാഖയുണ്ട്, പിന്നെ വെള്ള നിറമുണ്ട്, കൂടാതെ പച്ച നിറമുണ്ട്. നല്ല വേരിയേഷനുള്ള ഒരു ചെടിയാണ്. കാണാൻ രസമുള്ള ചെടിയാണെങ്കിൽ ഇതിനൊരു ചെറിയ കുഴപ്പമുണ്ട്. ഇതിൻ്റെ തണ്ട് ഇലയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പാല് പോലുള്ളൊരു ലാറ്റക്സ് വരും. അതിൽ കുറച്ച് കുഴപ്പമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. യൂഫോർബോൾ ഒരു കോംപ്ലക്സ് ടെർപ്പീനാണ്. പിന്നെയും വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെ ദേഹത്തായാലും കണ്ണിലായാലും പറയണ്ട, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് സൂക്ഷിക്കണം. പിന്നെ വായിലായാലും നല്ല ഛർദിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ചെടിയാണിത്. പ്രത്യേകിച്ച് ഗാർഡനിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണാണ്. കാരണം ഇത് പൊട്ടി അതിൻ്റെ പശ കണ്ണിലായാൽ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവും. അഥവാ അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം കൊണ്ട് കുറേ നേരം കഴുകണം എമർജൻസി ആയിട്ട്. പിന്നെ ചികിത്സ തേടണം.